നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ കണ്ട ശേഷം മാധ്യമങ്ങളെ കണ്ട അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസ്താവന മാറ്റി പറയുകയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ അസ്വസ്ഥത വില പോകില്ല എന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞ പ്രസ്താവന. വെറും 24 മണിക്കൂർ മുൻപ് രമേശ് ചെന്നിത്തലയുടെ അസ്വസ്ഥതകൾക്ക് പുല്ലുവില കൽപ്പിച്ച നേതാവല്ല ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ചെന്നിത്തലയുടെ അസ്വസ്ഥതകൾ വില പോകില്ല എന്ന തന്റെ പഴയ പ്രസ്താവനയെ പാടെ വിഴുങ്ങിക്കൊണ്ടായിരുന്നു അടൂർ പ്രകാശ് എത്തിയത്. രമേശ് ചെന്നിത്തലയ്ക്ക് യാതൊരുവിധ പിണക്കവുമില്ല എന്നും പാർട്ടി ഒറ്റക്കെട്ടാണെന്നും മാധ്യമങ്ങളോട് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര സമവാക്യം രൂപപ്പെടുകയാണ് എന്ന് വ്യക്തമാണ്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ ആദ്യ വിജയമായിട്ട് ഈ നിലപാട് മാറ്റത്തെ കാണുന്നവരുണ്ട്. ഗ്രൂപ്പ് വൈര്യങ്ങൾക്കും വ്യക്തിപരമായ അസ്വാരസ്യങ്ങൾക്കും അപ്പുറം പുതിയ ഭരണകൂടത്തിന് മുന്നിൽ പാർട്ടിയെ എങ്ങനെ അണിനിരത്തണം എന്ന സതീശന്റെ കൃത്യമായ പ്ലാനിംഗ് അടൂർ പ്രകാശുമായുള്ള അടച്ചിട്ട മുറിയിലെ ചർച്ചകൾ പ്രതിഫലിച്ചിട്ടുണ്ടാവണം. ചെന്നിത്തലയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത പഴയ നിലപാടിൽ നിന്നും അടൂർ പിൻവാങ്ങിയത് ഹൈക്കമാൻഡ് ഇടപെടൽ കൊണ്ടാണോ അതോ സതീശന്റെ മധ്യസ്ഥത കൊണ്ടാണോ എന്ന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമാണ്. സതീശനുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കുവച്ച നിർണായക വിവരങ്ങളൊന്നും പുറത്തുവിടാൻ അടൂർ പ്രകാശ് തയ്യാറായിട്ടില്ല എങ്കിലും ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ആ മുറിക്കുള്ളിൽ നടന്നു എന്ന് ഉറപ്പാണ്. ചെന്നിത്തലയെ ഒതുക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം സതീശൻ അടൂരിനെ ബോധ്യപ്പെടുത്തിയിരിക്കാം. ഒരുപക്ഷേ പുതിയ മന്ത്രിസഭയുടെ രൂപീകരണത്തിലും പാർട്ടി പുനഃസംഘടനയിലും ചെന്നിത്തലയുടെ താൽപര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജിന് സതീശൻ മുൻകൈ എടുത്തിട്ടുണ്ടാകണം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചെന്നിത്തല വിരുദ്ധ നീക്കങ്ങൾക്ക് ഈ കൂടിക്കാഴ്ചയോടെ അല്പം ശമനം വന്നിരിക്കുകയാണ്. ചെന്നിത്തലയുടെ അസ്വസ്ഥതകൾ ഇനി വിലപ്പോകില്ല എന്ന് പ്രഖ്യാപിച്ചവർ തന്നെ അദ്ദേഹത്തിന് പിണക്കമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് രാഷ്ട്രീയമായ ഒരു കീഴടങ്ങലായോ അതോ തന്ത്രപരമായ ഒരു പിൻവാങ്ങലായിട്ടോ കാണാം. സതീശന്റെ വരവോടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉടച്ചു വാർക്കപ്പെടുമെന്ന സൂചനയാണ് അടൂർ പ്രകാശിന്റെ വാക്കുകളിലെ ഈ മനം മാറ്റം നൽകുന്നത്. ഒടുവിൽ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വിരാമമിട്ട ചെന്നിത്തലയുടെ കാര്യത്തിൽ ഒരു നിർണായക തീരുമാനത്തിലേക്ക് സതീശനും സംഘവും എത്തിയെന്ന് അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാം. പുറത്തു പറയാത്ത ആ രഹസ്യധാരണകൾ വരും ദിവസങ്ങളിൽ KPCC പുനഃസംഘടനയിലും മറ്റും പ്രതിപക്ഷ നിരയിലെ മാറ്റങ്ങളിൽ വ്യക്തമാകും. സതീശൻ അടൂർ പ്രകാശ് കൂടിക്കാഴ്ച വെറുമൊരു സൗഹൃദ സന്ദർശനമായിരുന്നില്ല എന്നും മറിച്ച് രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ കരുനീക്കത്തിന് വിരാമമിടാനാണോ അതോ പുതിയ രൂപം നൽകാനാണോ എന്ന കൃത്യമായ പ്ലാറ്റ്ഫോം ആയിരുന്നുവെന്നും വ്യക്തമാവുകയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് അടുക്കുമ്പോൾ ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവിയിൽ അദ്ദേഹം എടുത്ത ആ നിർണായക തീരുമാനം എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം. അടൂർ പ്രകാശിന്റെ വാക്കിലെ മാറ്റം ആ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണോ എന്ന് വരും ദിവസങ്ങളിൽ തെളിയിക്കും. അടൂരിന്റെ പ്രതികരണം ചേർക്കുന്നു, കാണാം. അദ്ദേഹത്തിന് അങ്ങനെ പിണക്കമില്ല. നിങ്ങളായി പറഞ്ഞ പിണക്കമൊന്നും ഉണ്ടാക്കാതിരുന്ന ഒരു പരിഭവവും ഇല്ല. നിങ്ങളായി പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. ഞങ്ങൾ സ്ഥിരമായി കണ്ടുകൊണ്ട് UDFന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹവുമായി കൂടുതൽ ബന്ധം ഉള്ള ഒരാളാണ്. UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൂട്ടായി ആലോചിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. UDFനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഏക ലക്ഷ്യത്തോടു കൂടിയാണ് മുൻപോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമെന്നുള്ള നിലയിൽ അദ്ദേഹം ഇന്ന് CLP ലീഡറായി തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നു എന്നുള്ളത് ശരിയാണ്. അത് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയല്ല. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. ചർച്ച 4 മണിക്ക് നടക്കുന്നുണ്ടല്ലേ? ഇന്ന് വൈകിട്ട് 4 മണിക്ക് UDFന്റെ യോഗം വെച്ചിട്ടുണ്ട്. UDFന്റെ യോഗത്തിൽ മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള എല്ലാവരെയും തന്നെ വിളിച്ചിട്ടുണ്ട്. അവർ കൂടി പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് വേണം ചില തീരുമാനങ്ങൾ എടുക്കാനുള്ളത്. ഈ ഘടകകക്ഷികളെ കുറിച്ച് പറയുമ്പോഴേ UDFിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അവരെ കുറിച്ച് ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് ശേഷം അവരുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് VD തിരഞ്ഞെടുത്തതെന്നുള്ള തരത്തിൽ പല സാമുദായിക നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളടക്കം വരുന്നുണ്ട്. ഇവിടെ കൺവീനർ തന്നെ എങ്ങനെയാണ് നോക്കുന്നത്? ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ അതിന് മറുപടി സാമുദായിക നേതാക്കന്മാർക്ക് മറുപടി പറയാനുള്ള അവസരമല്ല ഇത് എന്ന് പറയുന്നത്. ഒരു ഗവൺമെന്റ് പുതിയതായി ഗവൺമെന്റ് രൂപീകരിക്കണം. അതാരായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇന്ന് കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുക്കുന്നത്, UDFന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചില ഘടകങ്ങളുണ്ട്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനമനുസരിച്ച് ചില നിർദ്ദേശങ്ങൾ അവർ വെച്ചു. ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്.
UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ ഒരു അതൃപ്തി അറിയിച്ചിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. ഇങ്ങനെ മീഡിയാസിലൂടെ വരുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പിണക്കം മാറ്റണ്ടേ? അദ്ദേഹത്തിന് അങ്ങനെ പിണക്കമില്ല. നിങ്ങളായി പറഞ്ഞ് പിണക്കമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ ഒരു പരിഭവവും ഇല്ല. നിങ്ങളായി പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. ഇന്നലെ അനൂപ് ജേക്കബ് എന്ന് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് നിയമസഭാ പ്രാതിനിധ്യമുള്ള എല്ലാ കക്ഷികൾക്കും മന്ത്രിസ്ഥാനം ഉറപ്പാണ് UDF-നുള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് മുന്നണിയുടെ തീരുമാനങ്ങൾ? അതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടായിരുന്നു? അല്ല, അദ്ദേഹത്തിന് ചോദിക്കാനുള്ള അർഹതയുണ്ട്. അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ആ കാര്യങ്ങൾ ചോദിച്ചു. അത് തീരുമാനമെടുക്കേണ്ടത് ഞങ്ങൾ UDF ഇന്ന് കൂടുന്ന അവസരത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച തന്നെ ആയിരിക്കില്ലേ? അത് സത്യപ്രതിജ്ഞ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ എന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ട്.